ഒറ്റയ്ക്കിരുന്ന് കിളിപോയിരിക്കുന്ന സമയത്താണ് കുറേ കുഞ്ഞുങ്ങൾ വന്നിട്ട് ഞാളെ എന്തെങ്കിലും വീഡിയോ എടുത്തിട്ട് തരും നിങ്ങൾ യൂട്യൂബിൽ മഞ്ചു വന്നിട്ട് ഞാൻ വിചാരിച്ചു ഇവർക്കിപ്പോൾ എന്താവല്ലോ അന്നേരം എൻ്റെ ഈ അപ്പുറത്തെ പോലെ ചെറിയവൻ എൻ്റെയും കൂടി ഇടുക ഞാൻ ഉമ്മാനോട് സമ്മതം ചോദിച്ചിട്ട് വരാം. അങ്ങനെ എനിക്ക് സമ്മതം കിട്ടിയതിൻ്റെ സന്തോഷമാണ് ഈ മുഖത്ത് കാണുന്നത്. വീഡിയോ എടുക്കുന്ന സമയത്ത് എനിക്ക് ഇനിയിപ്പോൾ ചിരിക്കണോ കരയണോ എന്നൊന്നും തിരിയുന്നില്ല. അന്നേരം എൻ്റെ പൂച്ചക്കുട്ടീനെ എടുത്തുകൊണ്ട് പിന്നെ ഇവർക്കെല്ലാം പൂച്ചനെ ഭയങ്കര പേടിയില്ല മനുഷ്യന്മാർ. അങ്ങനെ ഇവൻ ഷോ ഇടാൻ തുടങ്ങിയതിന് ശേഷം ആ പൂച്ച ഓനിക്കിട്ട് 2 മാന്തം കൊടുത്തു. രണ്ടാൾ പറഞ്ഞ് ഞങ്ങൾക്ക് കണ്ടന്റ് വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ഒരു കണ്ടന്റ് എടുക്കണം. ഇപ്പം അങ്ങനെ ഇരിക്കണേ. ഇനിയാണ് നമ്മൾ ശരിയായ കഥ തുടങ്ങുന്നത്. കണ്ടന്റ് എടുക്കാൻ വിചാരിച്ച തല്ലിനെക്കാട്ടും ഏറ്റവും കൂടിയതല്ലാണ് ഇവിടെ ഇപ്പം നടന്നുകൊടുക്കുന്നത്. ഞാൻ ഇന്നേ വരെ അലമാരി കേൾക്കാത്ത എൻ്റെ പൂച്ചക്കുട്ടീനെ എടുത്തിട്ട് കൊടുത്തില്ല. എനിക്ക് ഭയങ്കര സങ്കടമായി. ഇനിയിപ്പം പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ. സാറില്ല, ഇതെല്ലാം ഇതിനപ്പുറവും ചാടിക്കടന്നവനാണ് ഈ KK ജോണി എന്നാണല്ലോ. എന്നായാലും കുട്ടികളെന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ സാധിച്ചു കൊടുക്കണം എന്നാണല്ലോ. അതുകൊണ്ടാവുന്ന നമുക്കൊരു പ്രശ്നമില്ല. എല്ലാ മക്കളെ ഇനി പിങ്ങളെല്ലാവരും വീഡിയോ എന്തും മറ്റേ ഇടാന്ന് പറഞ്ഞപ്പോൾ പൊരേൻ്റെ അകത്തുനിന്ന് 2 ബലൂണും പറിച്ചെടുത്തോണ്ട് വന്നിട്ട് ഞാളിനി അടികൂടും നിങ്ങൾ ഈ വീഡിയോ എടുത്തോന്ന് മനസ്സി. അപ്പം ഞാൻ വിചാരിച്ചേ ഇനിയിപ്പോൾ ഇതാണ് ഇത് എന്തേലും മതിയല്ലോ. മതി, ഇത് മതി, ഇത് ധാരാളം മതി. അപ്പൊ നമ്മൾ കേസ് ജയിക്കുമല്ലേ? ഇനി ഈ കേസ് ജയിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല. പക്ഷെ ജയിക്കാനായാലും തോൽക്കാനായാലും ഇത് മതി, എന്തെങ്കിലും മതിയല്ലോ. അപ്പോൾ ഓക്കെ ബൈ.